ഈ ഒരാഴ്ചത്തെ മഴ കൊണ്ട് വെള്ളപ്പൊക്കം പോയി. കൊച്ചൊരു മിനി വെള്ളപ്പൊക്കമാണ്. ഇനി മഴ കിടക്കുന്നതേ ഉള്ളു വരാനായിട്ട്. നമ്മുടെ പച്ചക്കറികളെല്ലാം തീരുമാനമാകുന്ന ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. ഇത് നമ്മുടെ പച്ചക്കറി ചെടികളെല്ലാം നട്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടാണിപ്പം ഞാൻ മുമ്പേ കാണിച്ച വെള്ളമെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് കേടാവാനും മറിഞ്ഞു വീഴാനും ഉണ്ട് സാധ്യത. മറിഞ്ഞു വീഴുന്നതെല്ലാം ഞങ്ങൾ കല്ലും കമ്പും ഒക്കെ വെച്ച് ഇങ്ങനെ കെട്ടി നിവർത്തി വെച്ചിരിക്കുക. അത് പച്ചമുളകൊക്കെ കൊണ്ട് ഇഷ്ടംപോലെ ഉണ്ട്. വിചാരിക്കുന്ന ഇതെല്ലാം കുറച്ചൊന്ന് പറിച്ച് സൂക്ഷിച്ച് നമുക്ക് ഫ്രീസറിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു പച്ചമുളക് ചെടിയാണ്. ഇതിലൊക്കെയുള്ള പച്ചമുളകുണ്ട്, ഇഷ്ടംപോലുണ്ട്. ഇതൊക്കെ നമ്മൾ ചട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. ഇതിലും ഇഷ്ടംപോലെ പച്ചമുളകുണ്ട്. എന്നാലും ഇതിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ അങ്ങ് പറിക്കാം. കാരണം ഇത് മറിഞ്ഞു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയാവും. നല്ല വലിപ്പമുള്ള പച്ചമുളകുകളാണ്. വെണ്ടയൊക്കെ ചട്ടി നട്ടിട്ടുള്ളത് കൊണ്ട് വെണ്ടയ്ക്കൊന്നും കുഴപ്പമില്ല, നല്ലതായിട്ട് നിൽക്കുന്നു. ചെറുത്തക്കാളി ആണെങ്കിൽ പൂത്ത് നിൽക്കുക, കായായില്ല. പച്ചമുളക് എടുത്തത് ഇഷ്ടംപോലെ. ഇതെല്ലാം നമുക്ക് കുറച്ച് പറിച്ച് കളഞ്ഞത് നോക്കി ആദ്യം പറിക്കാം. പിന്നെ വെള്ളം കയറുവാണെങ്കിൽ ചെടി പറിപ്പിച്ച് കളയേണ്ടതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് എല്ലാ പച്ചമുളകും കൂടെ പറിക്കും. ഇപ്പം വിളഞ്ഞതെല്ലാം കൂടെ പറിച്ച് എങ്ങനെയാണ് ഇത് ഫ്രീസറിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ഉപയോഗിക്കാനായിട്ട് എടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ പച്ചമുളക് ചെടിയിലെ പച്ചമുളകെല്ലാം ഏകദേശമൊക്കെ പറിച്ചു. ഒരു കാൽഭാഗമൊക്കെ പറിച്ചതേ ഉള്ളൂ. ഇനി ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇതിപ്പോൾ തന്നെ ഏകദേശം ഒരു 2 കിലോയോളം കാണും. പച്ചമുളകിൻ്റെയൊക്കെ സൈസ് ഉണ്ട്. ഈ വലിപ്പമുള്ള പച്ചമുളകുണ്ട്. ഇതൊക്കെ ഭയങ്കര എരിവുള്ളതാണ്. ഈ പച്ചമുളകിനൊക്കെ, ഈ വലിയ പച്ചമുളകിന് ഭയങ്കര എരിവാണ്. ഒരു കൂട്ടാൻ വെക്കണമെങ്കിൽ പകുതി പച്ചമുളകിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയ്ക്ക് എരിവുള്ള പച്ചമുളക്. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അപ്പോൾ ഈ പച്ചമുളകെല്ലാം കൂടെ പറിച്ചുകൊണ്ട് വന്നത് ഒന്നിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നമുക്കിനിയും ചെയ്യാൻ പറ്റുന്നത് ഇത് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഈ ഞെടുപ്പെല്ലാം കളഞ്ഞ് കഴുകി വെള്ളമയമില്ലാതെ ഉണക്കിയെടുക്കാം. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണത് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. പിന്നെ കുറച്ച് നമുക്ക് പച്ചമുളകിൻ്റെ അച്ചാറും ഉണ്ടാക്കി വെക്കാം. പച്ചമുളക് അച്ചാർ വളരെ ടേസ്റ്റിയാണ്. കുറച്ച് കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ എരിവൊന്നും ഫീൽ ചെയ്യത്തില്ല. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ ആലു പറാട്ടയുടെ കൂടെ കഴിക്കാനായിട്ട് ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് മുളകിൻ്റെ അച്ചാർ. നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ ഈ മുളകെല്ലാം ഒന്ന് കഴുകി വെള്ളമയമെല്ലാം കളഞ്ഞ് തുണിയുടെ മണ്ടക്കിട്ട് തുണിയിട്ട് മൂടി വെച്ച് കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളമെല്ലാം ഒന്ന് തോർന്ന് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമുക്ക് കാണാം. നമ്മൾ പച്ചമുളക് എങ്ങനെ വളരെ നാൾ സൂക്ഷിച്ചു വെക്കാം ഫ്രീസറിൽ എന്നുള്ളൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ പച്ചമുളകിൻ്റെ അച്ചാർ നമുക്ക് തയ്യാറാക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് നമ്മളന്ന് മാറ്റി വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും പച്ചമുളക് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ചെടികൾ വീഴാൻ തുടങ്ങി വെള്ളപ്പൊക്കം കാരണം. അതുകൊണ്ട് കുറച്ചുകൂടെ പച്ചമുളക് പറിച്ചുകൊണ്ട് വന്ന് നന്നായിട്ട് കഴുകി വെള്ളമയമെല്ലാം കളഞ്ഞ് തോർത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നീട് നമുക്ക് വേണ്ടത് പച്ചമുളക് അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതായത് ഈ സ്പൂണിന് പിന്നെ 1.5 സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 3-3.5 സ്പൂണോളം കടുക്, മഞ്ഞ കളറുള്ള കടുകാണ്. ഇതില്ലാത്തവരെ കറുത്ത കടുക് എടുത്താലും മതി. കറുത്ത കടുകിൻ്റെ ആ തൊലി കറുത്ത് കിടക്കുമ്പോൾ അച്ചാർ കാണാനായിട്ട് അത്ര ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞക്കടുക് എടുത്തത്. കടുകിൻ്റെ പരിപ്പ് കിട്ടിയാൽ അതായാലും മതി. പിന്നീട് പെരുംജീരകം ഒരു 4 സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇത്രയും മസാലയിൽ ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് പെരുംജീരകമാണ്. പിന്നീട് നമുക്ക് വേണ്ടത് കാശ്മീരി ചില്ലിയുടെ മുളക് പൊടി, മഞ്ഞൾ പൊടി, ഉപ്പ്, കായം, പിന്നെ സ്വല്പം ബ്ലാക്ക് സോൾട്ട്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇടുക എന്നുള്ളതേ ഉള്ളൂ. വിനാഗിരി. പിന്നെ ഞാൻ ഈ അച്ചാർ തയ്യാറാക്കുന്നത് കടുകെണ്ണയിലാണ്.
കടുകെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണ അല്ലാത്ത ഏതൊരു എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. കടുകെണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പച്ചമുളക് അരിയുന്നതിന് മുൻപേ ഈ മസാലയെല്ലാം ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് അരിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ മസാലയുടെ ചൂടാറിക്കഴിഞ്ഞ് നമുക്ക് പൊടിച്ച് ഉടനെ തന്നെ അച്ചാർ തയ്യാറാക്കാൻ പറ്റും. ആദ്യമേ നമുക്ക് ഈ പെരുംജീരകവും കടുകും ഉലുവായും ജീരകവും എല്ലാം കൂടി ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. വളരെ കുറഞ്ഞ തീയിൽ 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. ഇതിലെന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ എല്ലാം ഫ്ലേവറും ഒന്ന് പുറത്തോട്ട് വരും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അച്ചാറിന്. ഇതൊന്ന് നമുക്ക് 2-3 മിനിറ്റ് നേരം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കട്ടെ. 2-3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കടുകെല്ലാം ഒന്ന് പതുക്കെ ചെറുതായിട്ട് ചൂടായി പൊട്ടാൻ തുടങ്ങി. കളറൊക്കെ ഒന്ന് മാറി. നമുക്കിനി ഇത് മാറ്റി വേറൊരു പ്ലേറ്റിലോട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇതേ പാത്രത്തിൽ തന്നെ നമുക്കിനി കടുകെണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. കടുകെണ്ണയുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർ ചൂടാക്കാതെ പച്ചയ്ക്ക് തന്നെ ഒഴിക്കാം. പക്ഷേ നമ്മൾ മലയാളികൾക്ക് കടുകെണ്ണയുടെ ആ കുത്തലൊന്നും ഇങ്ങോട്ട് കറക്റ്റായിട്ട് പിടിക്കത്തില്ല. അതുകൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞ് പുകയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കടുകെണ്ണയുടെ ആ കുത്തൽ സ്വാദം മാറും. ഇനി എണ്ണ നമുക്ക് നന്നായിട്ട് തിളച്ച് വരുന്നതിനായിട്ട് ഒഴിച്ചു വെക്കാം. വളരെ നാൾ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ ഇച്ചിരി ഏറെ എണ്ണ ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കടുകെണ്ണ ചൂടാകാനായിട്ട് വെച്ചേക്കുന്നത്. അത് ചൂടായി വരട്ടെ. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞ് തയ്യാറാക്കാം. പച്ചമുളകെല്ലാം നന്നായിട്ട് അരിഞ്ഞു കൊണ്ടുവന്നു. എന്നിട്ട് ആ പ്ലേറ്റിലോട്ട് ഇട്ടു. നമുക്കിനി ഇത് മെതുക്കെ ഒന്ന് ചരുവത്തിലോട്ട് ഇടുക. ഇച്ചിരി വലിയ ചരുവമാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇളക്കാനൊക്കെ നല്ല സൗകര്യമാണ്. ഇങ്ങനെ ഞാൻ ചെയ്യുന്നത് ഈ മുളകിൻ്റെ കുറച്ച് അരി അങ്ങ് പോകുന്നെങ്കിൽ അങ്ങ് പൊക്കോട്ടെ, അത്രയും എരിവ് കുറയുമല്ലോ. ഈ അച്ചാറിന് അധികം എരിവ് വരത്തില്ല, കാരണം അതിനകത്ത് വിനാഗിരിയുടെ പുളിയും ഉപ്പും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് കടുകും എല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അധികം എരിവ് കാണത്തില്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. നമ്മൾ വറുത്ത് വെച്ചിരുന്ന മസാല പെരുംജീരകം, ജീരകം, കടുക്, ഉലുവാപ്പൊടി ഇതെല്ലാം തരുതരാന്ന് പൊടിച്ചു. നല്ല സ്മൂത്തായിട്ട് പൊടിക്കണ്ട, തരുതരാന്നിരുന്നാലും കുഴപ്പമില്ല. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ബാക്കി ഇച്ചിരി കൂടുതലാണ്, അത് മാറ്റി വെക്കാം നമുക്ക്. പിന്നീട് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതിൽ ഒരു വലിയ സ്പൂണ് ഇട്ട് കൊടുത്തു. പിന്നീട് വേണ്ടത് മഞ്ഞൾപ്പൊടി, ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നീട് കായപ്പൊടി, ഇത്രയും കായപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ബ്ലാക്ക് സോൾട്ട് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇച്ചിരി നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും അച്ചാറുകൾക്ക്. ഒരു 1/4 സ്പൂണോളം, ചെറിയ സ്പൂണിന്. പിന്നീട് വേണ്ടത് ഉപ്പ്. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഉപ്പ് റോക്ക് സോൾട്ടാണ്. മാറി മാറിയാണ് ഉപയോഗിക്കുന്നത്. റോക്ക് സോൾട്ട്, മറ്റേ സാധാരണ ടാറ്റയുടെ ഉപ്പ്, കല്ലുപ്പ്, ഇങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ 2 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുകെണ്ണ, നേരത്തെ നമ്മൾ ചൂടാക്കി വെച്ചതുകൊണ്ട് തണുപ്പായി. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് എണ്ണയും നന്നായിട്ട് ചൂടാറി. എല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് തണുത്ത എണ്ണ ഒഴിച്ചു കൊടുക്കാം. കായത്തിൻ്റെ കട്ടയും പൊട്ടി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി
മിക്സാണ്. നല്ല മണം വരുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെയും ജീരകത്തിൻ്റെയും ഉലുവയുടെയും കായത്തിൻ്റെയും കടുകെണ്ണയുടെയും എല്ലാം കൂടെ ഒരു മണം. ഇനി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/4 കപ്പോളം വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാം. വിനാഗിരി നമ്മളൊരു പ്രിസർവേറ്റീവായിട്ടുകൂടെ ആണ് ചേർക്കുന്നത്. നല്ല ഒരു പുളിരസവും കിട്ടും. അച്ചാർ കേടാവാതെ വിനാഗിരി സംരക്ഷിക്കുകയും ചെയ്യും. കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരും. അത് കഴിഞ്ഞ് നമുക്ക് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ, ചില്ല് കുപ്പിയിലിട്ട് വെക്കണം അച്ചാറുകൾ എപ്പോഴും. കാരണം എല്ലാവരും പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കുമായിട്ടുള്ള ഒരു രാസപ്രവർത്തനം മൂലം അച്ചാറിൻ്റെ ടേസ്റ്റും മാറും, നമ്മുടെ ആരോഗ്യത്തിന് ദോഷവും വരും. ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ പച്ചമുളകിൻ്റെ അച്ചാർ തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. വളരെ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും. നമുക്ക് ചപ്പാത്തി, പൂരി, ആലു പറാട്ട, ചോറ് ഇതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ്. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു അച്ചാറുമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതുക.